ഹായ്, പെർഫെക്റ്റ് ആം ഹോൾ ഫിറ്റിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. അതായത് നമ്മുടെ ക്ലോസ്ഡ് നെക്ക്, പിന്നെ ഡീപ്പ് നെക്ക്, മീഡിയം നെക്ക്, ഈ 3 ടൈപ്പ് നെക്കിലും നമ്മൾ ആം ഹോളിന് എന്ത് ചേഞ്ചാണ് കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. ക്ലോസ്ഡ് നെക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം വേണ്ട, നമ്മുടെ ബോട്ട് നെക്ക്, കോളർ നെക്ക്, അതായത് നമ്മൾ 4 ഇഞ്ചിനകത്ത് വരുന്ന നെക്ക്, ഒരു 3-3.25 ഇഞ്ച് വരെയുള്ള നെക്കിനാണ് ക്ലോസ്ഡ് നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നെക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആം ഹോളിൻ്റെ കർവ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ ദാണ്ട് ഈ A-B പോയിൻ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ B എന്ന പോയിൻറ്റിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക്, അതായത് നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് ഒരു 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യണം. എന്നിട്ട് അതിങ്ങനെ ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ആം ഹോൾ കർവ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് ഇത്രയേ ഉള്ളൂ. 1/2 ഇഞ്ച് നമ്മൾ പുറത്തേക്ക് നീക്കി മാർക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ റിങ്കിൾസ് വീഴാം, ചിലപ്പോൾ നമുക്കിവിടെ വലിഞ്ഞ് മുറുകി നിൽക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, നമ്മുടെ ബോട്ടിനൊക്കെ തയ്ക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം കൊണ്ട് ലൂസായി പോകാനും ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് ഡീപ്പ് നെക്ക് നോക്കാം. ഡീപ്പ് നെക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ആം ഹോൾ ഉണ്ടല്ലോ, ആം ഹോളിനെക്കാട്ടിയും നെക്ക് കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ 5.5 ഇഞ്ചാണ് നെക്ക് ആം ഹോളെങ്കിൽ 6 ഇഞ്ച് 7 ഇഞ്ചൊക്കെ നമുക്ക് നെക്ക് വരുമ്പോൾ അതിനാണ് ഡീപ്പ് നെക്ക്. അതായത് ഒരു 6 ഇഞ്ച് കൂടിയ നെക്കെല്ലാം നമ്മൾ മിക്കവാറും ഡീപ്പ് നെക്കിൽ തന്നെയാണ് പെടുത്താൻ പറ്റുന്നത്. ഡീപ്പ് നെക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു 1/2 ഇഞ്ച്, ബിയിൽ നിന്ന് 1/2 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ വരച്ച് വെച്ചിരുന്ന ആ ഒരു ആം ഹോൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് 1/2 ഇഞ്ച് അകത്തേക്ക് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ചുളിവ് വീഴാം, ഷോൾഡർ ലൂസ് വരുന്നതൊക്കെ ഇതുകൊണ്ടാണ്. ഡീപ്പ് നെക്കിനകത്ത് ഷോൾഡറൊക്കെ ലൂസ് വരുന്നത് ഈ ഒരു കാരണം കൊണ്ടുകൂടി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ മീഡിയം നെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിയുമ്പോൾ നമ്മളതിനകത്ത് ഒന്നും ചെയ്യേണ്ട. ആ സെയിം ഉണ്ടല്ലോ, സെയിം ആം ഹോൾ തന്നെ നമ്മൾ കൊടുത്താൽ മതി. അതിനകത്ത് നമ്മൾ ഒരു ചേഞ്ചും വരുത്തണ്ട. കാരണം ആം ഹോളിൻ്റെ ഏകദേശം മീഡിയം എന്ന് പറയുമ്പോൾ നമ്മൾ ആം ഹോളും നെക്കും ഒക്കെ ഏകദേശം ഒരേ ലെങ്ത് തന്നെ ആയിരിക്കും. നമ്മുടെ അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ നെക്ക് ഇറക്കുന്നതിനനുസരിച്ച് നമ്മൾ ഷോൾഡറിനകത്ത് എന്തുമാത്രം വ്യത്യാസം വരുത്തി കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.